ഈജിപ്തിലെ അബു സിംബൽ എന്ന പ്രദേശത്തെ ഒരു അത്ഭുത നിർമ്മിതിക്ക് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ. ഗ്രേറ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന പുരാതനമായ മഹാക്ഷേത്രം. രാംസസ് രണ്ടാമൻ ഫറവോയുടെ 4 കൂറ്റൻ പ്രതിമകൾ ക്ഷേത്ര കവാടത്തിനു മുന്നിൽ. നാസർ തടാകത്തിൽ മുങ്ങിപ്പോകേണ്ടിയിരുന്ന ഈ ക്ഷേത്രം ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇവിടെ സ്ഥാപിക്കുകയാണുണ്ടായത്. അതിൻ്റെ കഥകൾ ഗൈഡുകളിൽ നിന്ന് കേട്ടിരിക്കുകയാണ് സഞ്ചാരികൾ. അസ്വാനിൽ ഹൈഡാമിൻ്റെ പണി പൂർത്തിയായപ്പോൾ രൂപപ്പെട്ട നാസർ തടാകമാണിത്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയം. ഈജിപ്തിലും സുഡാനിലുമായി പരന്നു കിടക്കുകയാണിത്. ഈ തടാകത്തിൻ്റെ അടിത്തട്ടിലെവിടെയോ മറഞ്ഞു പോകേണ്ടതായിരുന്നു ഗ്രേറ്റ് ടെമ്പിൾ ഉൾപ്പെടെയുള്ള പുരാസ്മാരകങ്ങൾ. അതിനെ അവിടെ നിന്നും യന്ത്രസഹായത്താൽ മുറിച്ചെടുത്ത് ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കുകയായിരുന്നു. ഒരു മലയെ എങ്ങനെയാണ് ചെറുകഷ്ണങ്ങളാക്കി മുറിച്ച് വീണ്ടും കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും കല്ലാശാരിമാരും ചേർന്നു നടത്തിയ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണിത്. ഇതിനുള്ളിൽ പുരാതനമായ ഒരു മഹാക്ഷേത്രം തന്നെ ഉണ്ടെന്നറിയണം. അസ്വാൻ ഹൈഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ 1959 നൈൽ തടത്തിൽ മുങ്ങിപ്പോകുന്ന പുരാക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. പക്ഷേ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹാക്ഷേത്രങ്ങളെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ജലനിരപ്പിന് താഴെ നിൽക്കുന്ന ക്ഷേത്രങ്ങൾക്കു ചുറ്റും മറ്റൊരു ഡാം പണിത് അവയെ സംരക്ഷിക്കാമെന്ന അഭിപ്രായം വരെ ഒരു ഘട്ടത്തിൽ ഉയർന്നു. എന്നാൽ അതൊക്കെ അപ്രായോഗികമാണെന്ന തിരിച്ചറിവിലാണ് ക്ഷേത്രത്തെ മുറിച്ചെടുത്ത് ജലനിരപ്പ് ഉയരാത്ത ഒരിടത്തേക്ക് സ്ഥാപിക്കുക എന്ന തീരുമാനമുണ്ടായത്. അക്കാലത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ച തന്നെയായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. ക്ഷേത്രം ജലത്തിനടിയിൽ നിലനിർത്തി ഗ്ലാസ് ടണലുകളിലൂടെ അതിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാമെന്ന് വരെ നിർദ്ദേശമുയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം വരുന്ന ചെലവുകൾ ഈജിപ്തിനും സുഡാനും താങ്ങാനാവുന്നതായിരുന്നില്ല. അങ്ങനെയാണ് അവർ യുനെസ്കോയെ സമീപിക്കുന്നത്. ലോകത്തെ പൈതൃക ചിഹ്നങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ യുനെസ്കോ പ്രശ്നത്തിൽ ഇടപെട്ടു. ഈ പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ 1960 മാർച്ചിൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഒരു സമിതി നിലവിൽ വന്നു. അവരാണ് അബു സിംബൽ ക്ഷേത്രങ്ങളുടെ പുനഃസ്ഥാപനത്തിന് നേതൃത്വം നൽകിയത്. ഫറവോമാരുടെ കാലത്ത് നിർമ്മിച്ച മഹാക്ഷേത്രം എന്നതല്ല ഇന്ന് അബു സിംബൽ ടെമ്പിളിന്റെ പ്രസക്തി. അതിനേക്കാൾ ഉപരി ആധുനിക കാലത്തെ മനുഷ്യാധ്വാനം കൊണ്ട് ഇത് മാറ്റിസ്ഥാപിച്ച അത്ഭുതം കാണാനാണ് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത്. ഇത്തരത്തിൽ എത്രയോ ക്ഷേത്രങ്ങൾ നൈൽ നദിയുടെ തീരങ്ങളിലുണ്ട്. ക്ഷേത്ര കവാടത്തിൽ രാംസസ് രണ്ടാമൻ ഫറവോയുടെ 4 കൂറ്റൻ പ്രതിമകൾ. ഭിത്തികളിൽ ചെറുശില്പങ്ങളും ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളും. രാംസസിന്റെ ഒരേപോലുള്ള 4 പ്രതിമകൾ. അതിൽ ഒന്ന് മാത്രം പുരാതന കാലത്തെന്നോ ഉണ്ടായ ഒരു ഭൂകമ്പത്തിൽ തകർന്നു താഴെ വീണിരുന്നു. ക്ഷേത്രം മാറ്റിസ്ഥാപിച്ചപ്പോഴും അത് താഴെ തന്നെ കിടക്കുന്നത് കാണാം. ക്ഷേത്ര പുനഃസ്ഥാപന വേളയിൽ ആ പ്രതിമ പഴയപടിയാക്കി വയ്ക്കാമെന്ന ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ പൊട്ടി വീണ പ്രതിമ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഈജിപ്ഷ്യൻ അധികൃതർ നിർദ്ദേശിക്കുകയാണുണ്ടായത്. ആ പ്രതിമത്തല ഇപ്പോഴും താഴെ കിടക്കുന്നത് കാണാം. പൊങ്ങച്ചക്കാരനായിരുന്ന ഫറവോയാണ് രാംസസ് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഈജിപ്തിന്റെ തെക്കേ ഭാഗത്തെ ന്യൂബിയൻ ജനതയെ തന്റെ പ്രതാപം അറിയിക്കുന്നതിനും അവരെക്കൊണ്ട് തന്നെ ആരാധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഫറവോ ഈ ക്ഷേത്രം നിർമ്മിച്ചതത്രേ. പ്രതിമയുടെ ചുവട്ടിൽ ചെറിയ സ്ത്രീരൂപങ്ങൾ കാണാം. ഫറവോയുടെ അമ്മയും ഭാര്യയും പെൺമക്കളുമാണിത്. ഫറവോയോളം വലിപ്പം അക്കാലത്ത് മറ്റാർക്കും ഉണ്ടാവരുത് എന്നത് അലിഖിത നിയമമായിരുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷനും അധികാരത്തിന്റെ കേന്ദ്രബിന്ദുവുമായിരുന്നു ഫറവോ. 67 അടി ഉയരമുണ്ട് ഈ 4 പ്രതിമകൾക്ക്. BC 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈജിപ്ഷ്യൻ മരുഭൂമിയിലെ കാറ്റിൽ അബു സിംബൽ ക്ഷേത്രങ്ങൾ മണൽ മൂടി മറഞ്ഞു. 1813 സ്വിസ് ഗവേഷകനായ ജീൻ ലൂയിസ് ബെക്കാർഡ് ക്ഷേത്രം കണ്ടെത്തുന്നതുവരെ നീണ്ട സുഷുപ്തി. ബെക്കാർഡിൽ നിന്നും വിവരമറിഞ്ഞ ഇറ്റാലിയൻ പരിവേഷകനായ ജിയോവാനി ബെൽസോണിയാണ് 1817 മണൽക്കൂന നീക്കം ചെയ്ത് ക്ഷേത്രം പുറത്തെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്.
19-ാം നൂറ്റാണ്ടിൽ ഇവിടം സന്ദർശിച്ച സായിപ്പുമാർ അവരുടെ പേര് കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. രാംസസിന്റെ കാലത്ത് ന്യൂബിയൻ മേഖലയിൽ 6 ക്ഷേത്രങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതും ഈ ക്ഷേത്രമായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 1264 മുതലുള്ള 20 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം. ഈ പരിസരത്തിന് അബു സിംബൽ എന്ന പേര് വരാനും ഒരു കാരണമുണ്ട്. മണൽ മൂടിക്കിടന്ന ക്ഷേത്രത്തിലേക്ക് ആദ്യമായി വിദേശികൾക്ക് വഴി കാണിച്ച ന്യൂബിയൻ ബാലനായിരുന്നു അബു സിംബൽ. കാലക്രമത്തിൽ നാടിന് തന്നെ അവന്റെ പേര് ലഭിക്കുകയായിരുന്നു. റാംസസിന്റെ പ്രതിമകൾ ഒരു കാഴ്ച തന്നെയാണ്. അനേകം പുസ്തകങ്ങളിലും കലണ്ടറുകളിലും പോസ്റ്റ് കാർഡുകളിലുമൊക്കെ ഇവ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ താഴെ മറ്റൊരിടത്തു നിന്നും മുറിച്ചെടുത്തു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാണിതെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഒരു മല മുഴുവനായും കൊണ്ടുവന്ന് ഇവിടെ പുനഃസൃഷ്ടിച്ചതിന് കാരണമുണ്ട്. മുന്നിലെ പ്രതിമകൾ മാത്രമല്ല ഇതിലെ പ്രധാന നിർമ്മിതി. യഥാർത്ഥ ക്ഷേത്രം ഇതിനുള്ളിലാണ്. ഗുഹ പോലെ കിടക്കുന്ന ഈ വഴി അവസാനിക്കുന്നിടത്താണത്. കൂറ്റൻ പ്രതിമകളിരിക്കുന്ന ഭാഗം ക്ഷേത്രത്തിന്റെ പടിപ്പുര മാത്രമാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് നടക്കുമ്പോൾ ചുവരുകളിൽ ചില ശില്പങ്ങൾ കാണാം. കദേശ് പ്രദേശത്തു നടന്ന ഒരു യുദ്ധത്തിൽ ഫറവോ ശത്രുക്കളെ പരാജയപ്പെടുത്തി അവരെ കഴുത്തിൽ കയറിട്ട് അടിമകളാക്കിയതിന്റെ പ്രതീകാത്മക ചിത്രം. പഴയകാലത്ത് ന്യൂബിയ എന്നാണ് ഈ പ്രദേശമൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിന്റെ തെക്കുഭാഗവും സുഡാന്റെ വടക്കൻ ഭാഗവും ചേർന്ന വിശാല പ്രദേശമായിരുന്നു ന്യൂബിയ. ക്ഷേത്ര കവാടത്തിൽ ഒരു കാവൽക്കാരനുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കാതെ നോക്കുന്നത് അയാളാണ്. ചെറിയ ചില്ലറ കൊടുത്താൽ ക്ഷേത്രവാതിക്കൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിന്റെ കൽവാതിലിന്റെ താക്കോൽ ഫോട്ടോ എടുക്കുന്നതിനായി നൽകുന്നതും കാവൽക്കാരൻ തന്നെയാണ്. ഇതാണ് ക്ഷേത്രത്തിനകത്തെ കാഴ്ച. നമ്മുടെ മധുരയിലെയോ തഞ്ചാവൂരിലെയോ ക്ഷേത്രങ്ങളുടെ ഉൾഭാഗം പോലുണ്ട്. നടവഴിയുടെ ഇരുഭാഗത്തും കൂറ്റൻ പ്രതിമകൾ കാവൽ നിൽക്കുന്നു. മേൽക്കൂരയിൽ ധാരാളം ചിത്രങ്ങൾ. 3200 വർഷം മുൻപത്തെ സൃഷ്ടിയാണിതെന്നോർക്കണം. ക്ഷേത്രം പൊളിച്ചെടുത്തു കൊണ്ടുവന്ന് പുനഃസൃഷ്ടിക്കുമ്പോഴുള്ള പ്രധാന വെല്ലുവിളിയും ഇതൊക്കെ തന്നെയായിരുന്നു. ശില്പങ്ങളും ചുവർചിത്രങ്ങളും ഒരു പോറൽ പോലും ഏൽക്കാതെ അതേപടി താഴെനിന്നും ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. നിരവധി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ മഹത്തായ ഒരു ജോലി തന്നെയാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈജിപ്ഷ്യൻ ദേവതകളായിരുന്ന അമൂൻ, റാ ഹൊറാക്തി, പാത്ത് എന്നിവർക്കും രാംസസ് രണ്ടാമനു വേണ്ടി തന്നെയും ആരാധന നടന്നിരുന്ന ക്ഷേത്രമാണിത്. റാംസസ് രണ്ടാമന്റെ കാലത്ത് നിർമ്മിച്ച ഏറ്റവും ബൃഹത്തായ ക്ഷേത്രവും ഇതുതന്നെയാണ്. ഈ നടവഴിക്കപ്പുറം 3 വലിയ ഹോളുകളാണ് ക്ഷേത്രത്തിലുള്ളത്. അവയിലുമുണ്ട് വലിയ ശില്പങ്ങളും ചുവർചിത്രങ്ങളും. വർഷത്തിൽ 2 ദിവസം സൂര്യപ്രകാശം പ്രത്യേക രീതിയിൽ പ്രധാന അൾത്താരയിൽ പതിക്കുന്ന വിധമായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അരനൂറ്റാണ്ട് മുൻപ് ജലസമാധിയിലായി പോകേണ്ടിയിരുന്ന ഒരു മഹാക്ഷേത്രമാണിതെന്നോർക്കണം. എന്നാൽ ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ ലോകം മുഴുവൻ കൈകോർക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ആ കഥകളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ നാസർ തടാകത്തിന്റെ തീരത്തേക്ക് നടന്നു. ഈ തടാകം തന്നെ ഒരു മഹാത്ഭുതമാണ്. അത് രൂപപ്പെട്ടപ്പോഴാകട്ടെ അബു സിംബൽ ക്ഷേത്രങ്ങളുടെ പുനഃസ്ഥാപനം പോലെ മറ്റു പല അത്ഭുതങ്ങളും സംഭവിച്ചു. ഈ ക്ഷേത്രം മാത്രമല്ല, അസ്വാൻ നഗരത്തിലെ ഫിലെ ക്ഷേത്രം ഉൾപ്പെടെ മറ്റു പല ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഫിലെ ടെമ്പിൾ ഈ യാത്രയിൽ കാണണമെന്നാണ് എൻ്റെ തീരുമാനം. അതിവിശാലമായൊരു പ്രദേശമാണിത്. ഗ്രേറ്റ് ടെമ്പിളിന്റെ തൊട്ടടുത്ത് മറ്റൊരു മല കാണാം. അതും പുനഃസൃഷ്ടിക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ്. സ്മോൾ ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ ദേവതയായ ഹാത്തോറിനും രാംസസ് രണ്ടാമന്റെ ഭാര്യമാരിൽ പ്രധാനിയായിരുന്ന നെഫർട്ടരിക്കും വേണ്ടിയുള്ള ക്ഷേത്രം. 2 ക്ഷേത്രങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ മതിൽക്കെട്ടുണ്ട്. അതിന്റെ തണലിൽ നിന്ന് ഏതാനും ടൂർ ഗൈഡുകൾ തങ്ങളുടെ കൂടെ വന്ന സഞ്ചാരികൾക്ക് അബു സിംബൽ ക്ഷേത്രങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊടുക്കുന്നു. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ഡിവിഡികൾ
വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി. 20 DVD-കളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVD-കൾ വോളിയം നമ്പർ 7. 20 DVD-കളുടെ സെറ്റിന് വില 3500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ എയർ തിയേറ്റർ കാണാം. ഞാൻ അവിടേക്ക് നടന്നു. വെയിലിന്റെ കാഠിന്യം കൂടിയിരിക്കുന്നു. തിയേറ്ററിലെ കൽബെഞ്ചുകളൊക്കെ വെയിൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. 48 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ താപനില. രാത്രിയിൽ അബു സിംബൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കാറുണ്ട്. സഞ്ചാരികൾ അത് കാണുക ഇവിടെ ഇരുന്നാണ്. നാസർ തടാകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു തിട്ട പോലുള്ള ഭാഗത്താണ് തിയേറ്റർ. ഇവിടെ ഇരുന്നാൽ 2 ക്ഷേത്രങ്ങളും കാണാം. ഇടതുവശത്ത് ഗ്രേറ്റ് ടെമ്പിൾ, അതിനപ്പുറം സ്മോൾ ടെമ്പിൾ. മലകളുടെ മുകൾ ഭാഗം പരന്നാണ് ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് ആവശ്യമായത്ര ഭാഗങ്ങളെ താഴെ നിന്നും മുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുള്ളൂ. 2000 ജോലിക്കാരുടെ 4 വർഷത്തെ കഠിനാധ്വാന ഫലമായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ പുനഃസ്ഥാപനം. ക്ഷേത്രത്തിന്റെ ശിലാഭിത്തികൾ മുറിച്ചെടുക്കുന്നതിനു മുൻപ് മലകളുടെ മുകളിൽ നിന്നും 3 ലക്ഷം ടൺ കല്ലും മണ്ണുമാണ് നീക്കം ചെയ്തത്. മുറിച്ച ശിലാഖണ്ഡങ്ങൾ ഉയർത്തി സ്ഥാപിക്കാൻ അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും വലിയ ക്രെയിനുകളാണ് ഉപയോഗിച്ചിരുന്നത്. സ്മോൾ ടെമ്പിളിന്റെ മുൻഭാഗത്തുമുണ്ട് വലിയ പ്രതിമകൾ. 10 മീറ്ററിലേറെ ഉയരമുണ്ട് അവയ്ക്ക്. രാംസസ് രണ്ടാമന്റെയും പത്നി നെഫർട്ടരിയുടെയും പ്രതിമകളാണ്. സംസ്കാരത്തോടും പാരമ്പര്യത്തോടുമുള്ള ലോക സമൂഹത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ ക്ഷേത്രങ്ങളുടെ പുനഃസൃഷ്ടിയിലൂടെ വെളിവായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ആധുനിക കാലത്ത് പുതുതായി ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടാക്കുക പ്രയാസമുള്ള കാര്യമാവില്ല. എന്നാൽ 3200 വർഷം മുൻപ് പണിത ഒരു കൽനിർമ്മിതിയെ മുറിച്ചെടുത്ത് മറ്റൊരിടത്ത് സ്ഥാപിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇച്ഛാശക്തി കൊണ്ട് അതിനെ നേരിട്ട മനുഷ്യൻ ചെറിയൊരു കാലം കൊണ്ട് അത് സാധ്യമാക്കുകയാണുണ്ടായത്. വളരെ സൂക്ഷ്മതയോടെയാണ് കല്ലുകൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് മുറിക്കുകയും തുളയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കരുതെന്നായിരുന്നു ജോലിക്കാർക്കുള്ള നിർദ്ദേശം. മൃദുവായ കല്ലിന്റെ സൂക്ഷ്മ സുഷിരങ്ങളിൽ വെള്ളമിറങ്ങിയാൽ ചെറിയ തോതിലെങ്കിലും അവ അലിഞ്ഞു പോകുമെന്ന ഭയം കൊണ്ടായിരുന്നു അത്. മലയിൽ എവിടെയും പാറ പൊട്ടിക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ തികച്ചും ധ്യാനാത്മകമായാണ് ഈ ക്ഷേത്രങ്ങളുടെ പുനഃസൃഷ്ടി നടന്നത്. ക്ഷേത്ര പുനഃസ്ഥാപനത്തിന്റെ കഥയോർത്തുകൊണ്ട് ഞാൻ സ്മോൾ ടെമ്പിളിന്റെ സമീപത്തേക്ക് നടന്നു. പ്രധാന കവാടത്തിന് ഇരുവശവുമായി ഫറവോയുടെയും രാജ്ഞിയുടെയും ഭീമാകാര പ്രതിമകൾ. അവയ്ക്കിടയിൽ ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങൾ. ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഒരു രാജ്ഞിക്ക് വേണ്ടി പണിയുന്ന 2ാമത്തെ ക്ഷേത്രമാണിത്. ഫറവോ ആയിരുന്ന അഖ്നാട്ടൻ തന്റെ ഭാര്യ നെഫർട്ടിട്ടിക്ക് വേണ്ടി പണിത ക്ഷേത്രമായിരുന്നു ആദ്യത്തേത്. പല കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് പുനഃസ്ഥാപിച്ചതാണെങ്കിലും അതിന്റെ അടയാളങ്ങൾ കാര്യമായി പുറത്തു കാണുന്നില്ല എന്നതാണ് പ്രത്യേകത. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. ഞാൻ അതിനുള്ളിലേക്ക് നടന്നു. ഈജിപ്ഷ്യൻ ദേവതകൾക്ക് പുറമെ ഫറവോനും രാജ്ഞിക്കുമുള്ള പൂജാസ്ഥലങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഉള്ളിൽ പ്രധാനമായും 3 ഹാളുകളാണ് ഇതിനുള്ളത്. ചുവർചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സ്മോൾ ടെമ്പിളിന്റെ ഉൾഭാഗം. രചനകളിൽ മിക്കതും ഫറവോന്റെ ധീരതയെ വാഴ്ത്തിക്കൊണ്ടുള്ളതാണെന്നതാണ് പ്രത്യേകത. ന്യൂബിയൻ ജനസമൂഹത്തിലേക്ക് ഈജിപ്ഷ്യൻ മതവിശ്വാസം വേരോടിക്കുക തന്നെയായിരുന്നു ഈ ക്ഷേത്രത്തിന്റെയും നിർമ്മാണ ലക്ഷ്യമെന്ന് ഗവേഷകർ പറയുന്നു. ക്ഷേത്രത്തിനകത്ത് പൗരാണികത പ്രതിഫലിക്കും വിധം പ്രകാശക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ദീർഘകാലം ഈജിപ്ത് ഭരിച്ച ഫറവോയാണ് രാംസസ് രണ്ടാമൻ.
അധികാരമേറ്റ് 24-ാമത്തെ വർഷം അദ്ദേഹം ഭാര്യ നെഫർട്ടരിയും ഒന്നിച്ച് ഇവിടെ വന്നു എന്നാണ് ചരിത്രം. ആ സന്ദർശനം സംബന്ധിച്ച വിവരങ്ങളും മറ്റും സ്മോൾ ടെമ്പിളിൽ ചുവർചിത്രങ്ങളായും ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളായും ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. രാംസസും നെഫർട്ടരിയും ആരാധന നടത്തുന്നതും ദേവതകൾ അവരെ അനുഗ്രഹിക്കുന്നതുമൊക്കെ ചുവർചിത്രങ്ങൾക്ക് വിഷയങ്ങളാണ്. സ്മോൾ ടെമ്പിളിൽ നിന്നും പുറത്തിറങ്ങി കൊടുംവേലിൽ തിളയ്ക്കുകയാണ് മരുഭൂമി. ഇന്നത്തെ കെയ്റോ ഉൾപ്പെടുന്ന വടക്കൻ ഈജിപ്റ്റായിരുന്നു ഫറവോമാരുടെ പ്രധാന കേന്ദ്രം. എന്നാൽ നൂബിയൻ മേഖലയിൽ വരുന്ന തെക്കൻ പ്രദേശത്ത് സ്വാധീനം നിലനിർത്താൻ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. തിരികെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തന്നിട്ടാണ് ഇസ്മായിൽ പോയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് വന്ന വഴിയിലൂടെയല്ല മടക്കയാത്ര, കല്ലുപാകിയ ഒരു വഴി. അതിലേക്ക് തണൽ വീഴ്ത്തി നിരയൊത്തു നിൽക്കുന്ന മരങ്ങൾ. തണൽ പറ്റി ഞാൻ നടപ്പു തുടങ്ങി. മരച്ചുവട്ടിലെ കൽബെഞ്ചുകളിൽ ചിലർ വിശ്രമിക്കുന്നു. നേരം 10 മണി കഴിഞ്ഞിട്ടേയുള്ളൂ എങ്കിലും കൊടും ചൂടാണിവിടെ. ഒരു ഭാഗത്ത് നാസർ തടാകം. ഈജിപ്തിന്റെ അമൂല്യ സമ്പത്താണ് അബു സിംബലിലെ ക്ഷേത്രങ്ങൾ. അതിനാൽ തന്നെ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അബു സിംബലിൽ നിന്നും 40 കിലോമീറ്ററേ ഉള്ളൂ സുഡാന്റെ അതിർത്തിയിലേക്ക്. പലപ്പോഴും അസ്വസ്ഥതകൾ പുകയുന്ന നാടാണത്. അതും ഇവിടെ സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള ഒരു കാരണമാണ്. 2 മലകളുടെ പിൻഭാഗത്ത് എത്തിയിരിക്കുന്നു. മലകളുടെ മറുഭാഗത്താണ് ക്ഷേത്രങ്ങൾ. നടവഴിയിൽ ചിലയിടത്ത് ഇങ്ങനെ പന്തലുകൾ കാണാം. വെയിൽ ചൂടേറ്റ് നടന്നു വരുന്നവർക്ക് അല്പനേരം നിൽക്കാൻ ഒരു തണൽ പന്തൽ. വീണ്ടും നടന്നെത്തുന്നത് ക്ഷേത്രങ്ങൾ കാണാനായി നടത്തം തുടങ്ങിയിടത്തുള്ള ഷോപ്പിംഗ് സെന്ററിലേക്കാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിവെച്ച വലിയൊരു കോംപ്ലക്സ്. സുവനീർ കടകളുടെ നീണ്ട നിര. പ്രാദേശികരായ ന്യൂബിയൻ ഗോത്രവർഗക്കാർക്ക് വേണ്ടി ഈജിപ്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണിതു നൽകിയ ഷോപ്പിംഗ് സെന്ററാണ്. വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും ട്രാവൽ ഗൈഡുകളും ആഭരണങ്ങളുമൊക്കെ വിൽക്കുന്ന കടകൾ. ഫറവോമാരുടെ കാലഘട്ടത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന ധാരാളം സുവനീറുകൾ ഈ കടകളിലുണ്ട്. എല്ലാ സാധനങ്ങൾക്കും വലിയ വിലയാണ് കച്ചവടക്കാർ ആദ്യം പറയുക. പക്ഷേ വിലപേശിയാൽ ചെറിയ വിലയ്ക്ക് ഇത് വാങ്ങിയെടുക്കാനാവും. ഫറവോമാരുടെ പ്രതിമകൾ, അവരുടെ സുവർണ മുഖംമൂടി എന്നിവയൊക്കെ ഇവിടെ കിട്ടും. ശിലയിൽ നിർമ്മിച്ചതാണ് ഇതെന്നാണ് കച്ചവടക്കാർ പറയുക. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഫൈബറിലുമൊക്കെ പണിതിരിക്കുന്നതാണ് പലതും. ഈജിപ്തിൽ ടൂറിസം വ്യവസായം പ്രതിസന്ധി നേരിടുന്ന ദിനങ്ങളായതിനാൽ ഈ കടകളിലൊന്നും വലിയ കച്ചവടം നടക്കുന്നില്ല. ഈജിപ്തിൽ വിപ്ലവം അരങ്ങേറിയ 2011 ജനുവരി വരെയും ഓരോ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന പ്രദേശമാണിത്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമായിരുന്നു ഈജിപ്തിന്റെ പുരാകാഴ്ചകളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നത്. അവിടങ്ങളിലെ ഗവൺമെന്റുകൾ ഈജിപ്തിലേക്കുള്ള യാത്ര സംബന്ധിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ മറ്റു പല പട്ടണങ്ങളും എന്ന പോലെ അബു സിംബലും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. കച്ചവടക്കാർ ഓരോരുത്തരായി എന്നെ സമീപിച്ചുകൊണ്ടിരുന്നു. അവരുടെ ദൈന്യത കണ്ട് എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നം വാങ്ങണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ ബാഗിൽ നിറച്ചുള്ള സഞ്ചാരം സുഗമമാവില്ല. ക്യാമറയും അനുബന്ധ വസ്തുക്കളുമൊക്കെയായി ചുമക്കാനുള്ള വസ്തുക്കൾ കുറച്ചുണ്ട് താനും. നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ ഒരു നാടൻ സംഗീതോപകരണവുമായി നിൽപ്പുണ്ട്. രസികനായ ഒരു മനുഷ്യൻ. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായെന്ന് ഇദ്ദേഹം ആദ്യമേ പറഞ്ഞു. ഇന്ത്യയിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സംഗീതോപകരണം വാങ്ങാമെന്നായി ഞാൻ. അയാൾ തനിക്കറിവുള്ള അപൂർവം ഇന്ത്യൻ പട്ടണങ്ങളുടെ പേരു പറഞ്ഞു. അതിനിടെ സംഗീതോപകരണത്തിൽ ഒരു ശീലു വായിക്കും. ഞാനത് കുറച്ചുനേരം കേട്ടുനിന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചിരട്ട വയലിൻ പോലെ ഒരു ഉപകരണം. ഇരട്ടതന്ത്രിയിൽ ചെറിയ ബോകൊണ്ടാണ് സംഗീതം പൊഴിക്കുന്നത്. കച്ചവടക്കാരൻ ഉപകരണത്തിന്റെ പേര് പറഞ്ഞു. റബാബ.
യഥാർത്ഥ റബാബ കുലീനമായൊരു സംഗീതോപകരണമാണ്. അഫ്ഗാനിസ്ഥാനിൽ രൂപമെടുത്ത അത് പേർഷ്യൻ സംഗീതത്തിലെ അവിഭാജ്യ ഉപകരണവുമാണ്. ഇത് ഒറിജിനൽ റബാബയുടെ ഒരു പ്രാകൃത രൂപം മാത്രം. ഇത് വാങ്ങിയിട്ട് പ്രയോജനമൊന്നുമില്ല. കച്ചവടക്കാരനോട് ക്ഷമാപണം നടത്തി നടത്തം തുടർന്നു. ഇതാ മറ്റൊരു ചങ്ങാതി. ഇയാളും റബാബ കച്ചവടക്കാരനാണ്. ഇയാളും എനിക്ക് വേണ്ടി റബാബയിൽ ഒരു ഗാനം വായിച്ചു. അത് കുറച്ചുനേരം ആസ്വദിച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ നൂബിയൻ ഗോത്രക്കാരാണ്. തെക്കേ ഈജിപ്തിലാണ് ഇത്തരം ആളുകളെ കാണാനാവുക. വടക്കൻ ഭാഗത്ത് അറബി ഗോത്രങ്ങളുടെ രൂപഭാവമുള്ളവരാണ് കൂടുതലും. ഇവരാകട്ടെ ആഫ്രിക്കൻ ഗോത്രരീതികൾ പിന്തുടരുന്നവരാണ്. സുഡാൻ വഴി ഈജിപ്തിലേക്ക് പരന്ന വംശപരമ്പരയിലെ കണ്ണികൾ. ആ കച്ചവടക്കാരനും നിരാശ സമ്മാനിച്ച് ഞാൻ നടന്നു. ഒരു കടയിൽ പോലും ടൂറിസ്റ്റുകളെ കാണാനില്ല. ഒരു വീട് അലങ്കരിക്കാനുള്ള വൈവിധ്യമാർന്ന വസ്തുക്കളെല്ലാം ഇവിടെയുണ്ട്. ചെറിയ വിലയേയുള്ളൂ. പക്ഷേ എനിക്കത് വാങ്ങാനുള്ള സാഹചര്യവും സൗകര്യവും ഇപ്പോഴില്ല. പോകുന്ന നാടുകളിൽ നിന്നൊക്കെ ഷോപ്പിംഗ് നടത്തുന്ന ശീലവുമില്ല. പരമാവധി കാഴ്ചകൾ പ്രേക്ഷകർക്ക് വേണ്ടി പകർത്തുകയാണ് എൻ്റെ ജോലി. അതിന് മറ്റൊന്നും തടസ്സമാവരുത്. അബു സിംബലിൻ്റെ ടൂറിസ്റ്റ് ഷോപ്പിംഗ് സെൻ്ററിൻ്റെ കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടർന്നു.